നിങ്ങളുടെ അടുക്കളയിലെ മിക്സിയും ഒരു ചെറിയ ഡീഹൈഡ്രേറ്റർ മെഷീനും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കിഡിലൻ ഫുഡ് ബിസിനസിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കേടുകൂടാതെ ഉണക്കി പൊടിച്ച് വിൽക്കുന്ന ഡീഹൈഡ്രേറ്റഡ് ഫുഡ് പൗഡർ, അതാണ് ഇന്നത്തെ ബിസിനസ്. ഏത്തക്കായയുടെ പൊടി, ബീട്രൂട്ടിന്റെ പൗഡർ, ഗാർലിക് പൗഡർ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പൊടിച്ച് വിതരണം ചെയ്യാം. ഇവയ്ക്കൊക്കെ വിപണിയിൽ നല്ല വിലയാണുള്ളത്. കിലോയ്ക്ക് 500 രൂപ മുതൽ 1200 രൂപ വരെ വില വരുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റിൽ കയറി ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾ കൊടുക്കുന്നത് പക്ഷേ യാതൊരു കെമിക്കലും ചേർക്കാതെ നല്ല പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത്. ഈ പ്രോഡക്റ്റ് കുറഞ്ഞ ചെലവിൽ വീട്ടിൽ എങ്ങനെ തുടങ്ങാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് ഇതായിരിക്കാം. എന്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? പച്ചക്കറികളിലെയും പഴങ്ങളിലെയും ഈർപ്പം, അതായത് മോയ്സ്ചർ മാത്രം നീക്കം ചെയ്ത് അവയിലെ പോഷക ഗുണങ്ങളും സ്വാഭാവിക നിറവും നിലനിർത്തിക്കൊണ്ട് പൊടിച്ചെടുക്കുന്ന രീതിയാണ് ഇത്. ആർക്കാണ് ഇത് വേണ്ടത്? സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണ്. കെമിക്കലുകളില്ലാത്ത ഏത്തക്കായപ്പൊടി, റാഗിപ്പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ അത്യാവശ്യമാണ്. മറ്റുള്ള എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ആവശ്യമുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പാചകം എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക്. അവർക്ക് വെളുത്തുള്ളി, സവാള, ഇഞ്ചി, കറിവേപ്പില എന്നിവ പൊടി രൂപത്തിലുണ്ടെങ്കിൽ വേഗത്തിൽ പാകം ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ബേക്കിംഗ് ആൻഡ് കോസ്മെറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. ബീട്രൂട്ട് പൗഡർ പോലെയുള്ളവ നാച്ചുറൽ ഫുഡ് കളറായും സൗന്ദര്യവർദ്ധക വസ്തുവായും ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് തരത്തിലും അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതുണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല ഗുണനിലവാരമുള്ള പച്ചക്കറികളോ പഴങ്ങളോ വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കുക. ആദ്യമേ തന്നെ പറയട്ടെ, ഏതെങ്കിലും 1-2 ഐറ്റത്തിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുശേഷം പതിയെ പതിയെ മറ്റുള്ള പ്രോഡക്റ്റിലേക്ക് നമുക്ക് വരാം. ഈ വൃത്തിയാക്കിയ പച്ചക്കറി ഇല്ലെങ്കിൽ പഴം നന്നായിട്ട് അതിലെ വെള്ളം ഡ്രൈ ആയതിനു ശേഷം വളരെ കനം കുറച്ച് ഒരേ വലുപ്പത്തിൽ അരിയുക. അതിനാണ് സ്ലൈസർ മെഷീൻ ഉപയോഗിക്കുന്നത്. ഇനിയാണ് നമ്മളുടെ ഡീഹൈഡ്രേഷൻ നടക്കാൻ പോകുന്നത്. അരിഞ്ഞ കഷ്ണങ്ങൾ ഫുഡ് ഡീഹൈഡ്രേറ്റർ മെഷീന്റെ ട്രേകളിൽ വെക്കുക. ഈ സ്ലൈസർ മെഷീന്റെയും ഫുഡ് ഡീഹൈഡ്രേറ്റർ മെഷീന്റെയും ലിങ്ക്, ഓൺലൈൻ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതുമാണ്. ഈ പച്ചക്കറിക്ക് ഐറ്റം എന്താണോ അതനുസരിച്ച് നമുക്ക് 50 ഡിഗ്രി സെൽഷ്യസ് 60 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ 8 മുതൽ 12 മണിക്കൂർ വരെ ഇത് ഉണക്കിയെടുക്കണം. ആ മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മാനുവലിൽ ഏതൊക്കെ പ്രോഡക്റ്റ് എത്ര ടൈം, എങ്ങനെ, എത്ര ഡിഗ്രി സെൽഷ്യസിൽ ഉണക്കിയെടുക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ഇത് വെയിലത്ത് നമ്മൾ ഉണക്കിയെടുത്തോണ്ടിരുന്നതാണ്. വെയിലത്ത് ഉണക്കിയാൽ പറ്റുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങളും ഈച്ചയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റായി മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡീഹൈഡ്രേറ്റർ ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ തുകയ്ക്ക് നമുക്കത് കിട്ടും. ഇത് ഡ്രൈ ചെയ്തതിന് ശേഷം, ഡീഹൈഡ്രേറ്റ് ചെയ്തതിന് ശേഷം ആണ് പൊടിക്കലും അരിക്കലും ഒക്കെ വരുന്നത്. നന്നായി മൊരിഞ്ഞുണങ്ങിയ കഷ്ണങ്ങൾ ഒരു പൾവറൈസറിലോ മിക്സിയിലോ ഇട്ട് പൊടിച്ച് അരിച്ചെടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മുടെ മിക്സി തന്നെ മതിയാകും. ബിസിനസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഒരു പൾവറൈസർ മേടിക്കാൻ പറ്റുന്നതാണ്. ഏത് പൾവറൈസർ വേണം എന്നുള്ളതിന്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ കൃത്യമായിട്ട് പലതരത്തിലുള്ള കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് ചെക്ക് ചെയ്താൽ അതും മനസ്സിലാകും. പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് കിട്ടുകയും ചെയ്യും. ഇത് പൊടിച്ചു കഴിഞ്ഞ് ഈർപ്പം തട്ടാത്ത പൗച്ചുകളിൽ സീലിംഗ് മെഷീൻ ഉപയോഗിച്ച് പാക്ക് ചെയ്യുക. ഏറ്റവും മെയിൻ പ്രശ്നം ഇവിടെയാണ്. ഈർപ്പം തട്ടാതെ വേണം ഇത് പാക്ക് ചെയ്യാനായിട്ട്. സീലിംഗ് മെഷീൻ നമുക്ക് 1000 രൂപ തൊട്ട് കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ എടുക്കുകയാണ്. മെഷീനുകൾ ഏതൊക്കെയാണ് വേണ്ടത്, എത്രയൊക്കെ രൂപയാകും എന്നുള്ളതിന്റെ. ചെറിയ ഫുഡ് ഡീഹൈഡ്രേറ്റർ മെഷീൻ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കിട്ടും. നമ്മളിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ ഏകദേശം 4000 തൊട്ട് 8000 റേഞ്ചിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും. അതിൽ വലുതും കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. അതിൽ കൂടിയ മെഷീനും അവിടെ കാണും, നിങ്ങൾ നോക്കുക. അടുത്തത് ഇമ്പൾസ് സീലിംഗ് മെഷീന് 1000 രൂപയ്ക്കുള്ളിൽ, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, 1000 രൂപയ്ക്കുള്ളിൽ വരുന്ന സാധനമാണ്. പിന്നെ വെയിങ് മെഷീന്, അതിന്റെ കവറുകൾ, അതെല്ലാം കൂടെ 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞ സ്ലൈസർ മെഷീന്, അതിനും ഏകദേശം ഒരു 3000-4000 രൂപയ്ക്കുള്ളിൽ സ്ലൈസർ മെഷീന് നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാം കൂടെ നമുക്ക് ഇതെല്ലാം കൂടെ വാങ്ങിയാലും നമുക്കൊരു 15000 രൂപയ്ക്കുള്ളിൽ നിർത്താവുന്ന പ്രോഡക്റ്റുകളാണ് ഇത്.
പിന്നെ ഇതിന്റെ ലൈസൻസുകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഇതൊരു ഫുഡ് ഐറ്റം ആയതുകൊണ്ട് FSSAI രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഓൺലൈനായിട്ട് നമുക്ക് 100 രൂപ ഫീസിൽ ഇത് ലളിതമായിട്ട് എടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. അതുകൂടാതെ തന്നെ ഉദ്യം MSME രജിസ്ട്രേഷനും എടുക്കേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി ഇനി ഇതെങ്ങനെ വിൽക്കും, വിപണനവും ഇതിന്റെ ലാഭവുമാണ് ഇനി പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് 1 കിലോ ബീട്രൂട്ട് പൗഡർ ഉണ്ടാക്കാൻ ഏകദേശം 8-10 കിലോ ബീട്രൂട്ട് ആവശ്യമാണ്. ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറഞ്ഞത്. അസംസ്കൃത വസ്തുക്കളുടെയും പാക്കിങ്ങിന്റെയും വൈദ്യുതിയുടെയും ചെലവ് കഴിഞ്ഞ് 1 കിലോ പൗഡർ വിൽക്കുമ്പോൾ നമുക്ക് 300 മുതൽ 500 രൂപ വരെ ലാഭം ലഭിക്കാം. ഇനി ഇത് എവിടെ വിൽക്കും എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ റെസിഡൻഷ്യൽ ഏരിയകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പബ്ലിഷ് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ഫുഡ് ബ്രാൻഡായി പ്രൊമോട്ട് ചെയ്ത് നാടൻ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ തിരയുന്നവർക്ക് ഇത് വിൽക്കാൻ പറ്റും. പ്രാദേശികമായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറികളിലും സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രീസ് ചെയ്യുന്നവർക്ക്, പാക്ക് ചെയ്ത് വിൽക്കുന്നവർക്ക്, അവർക്ക് ബൾക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പറഞ്ഞു വന്നത് വീട്ടമ്മമാർക്കും ഒഴിവ് സമയമുള്ളവർക്കും സ്വയം തൊഴിലായി തുടങ്ങാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ ഒരു ബിസിനസ് ആശയമാണിത്. അധികം പൈസ നമ്മൾ മുടക്കുന്നില്ല. എന്നാൽ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി വേണം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട്. ആദ്യഘട്ടത്തിൽ സാമ്പിളുകൾ ഉണ്ടാക്കി ആളുകൾക്ക് നൽകി അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രം വലിയ തോതിൽ വിപണിയിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും മറുപടി ലഭിച്ചിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, കൂടാതെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ, സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അവർ ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.